പ്രിയമുള്ളവരെ, മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമാണ്. ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹത്തിൽ അവർ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. 1993 ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ആചരിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മെയ് 15 നമ്മളെ സംബന്ധിച്ച്, അതായത് നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഒത്തുചേരുവാനും സ്നേഹിക്കുവാനും ഓർമ്മകൾ അയവിറക്കുവാനും ലഭിച്ച ഒരു സുവർണാവസരമാണ്. ഈ സന്തോഷകരമായ ദിവസത്തിൽ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ചില ചിന്തകളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ എൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള എൻ്റെ സ്നേഹവും കൃതജ്ഞതയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബം അത് വെറുമൊരു വാക്കല്ല, അത് ഒരു ലോകമാണ്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പരിധിയില്ലാത്ത ആഴങ്ങളുള്ള ഒരു ലോകം. നാം ജനിച്ചു വീഴുന്നത് ഈ ലോകത്തിലേക്കാണ്. ജീവിതത്തിൻ്റെ ഓരോ വളവിലും തിരിവിലും നമ്മെ താങ്ങി നിർത്തുന്നത് ഈ ലോകമാണ്. സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം നമ്മുടെ കൂടെ നിഴൽ പോലെ ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. നമുക്കറിയാം, ഓരോ വ്യക്തിയുടെയും അടിത്തറയാണ് കുടുംബം. ഒരു ബലമുള്ള വീട് ഉറച്ചു നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം ഭദ്രമായതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. സുരക്ഷിതവും സന്തോഷകരമായ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും ബലമുള്ളതായി തീരുന്നത്. അവിടെയാണ് നാം ആദ്യമായി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും പഠിക്കുന്നത്. അവിടെയാണ് നാം ഒരുമയുടെ വില അറിയുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് നൽകിയ പിന്തുണയും സ്നേഹവും എത്ര വലുതാണെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും അവരേറ്റെടുത്ത ത്യാഗവും കഠിനാധ്വാനവും എന്നെ ഞാനാക്കി മാറ്റി. ജീവിതത്തിലെ ശരിതെറ്റുകൾ അവർ പറഞ്ഞു തന്നു. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അനന്തമായ പാഠങ്ങൾ അവരിൽ നിന്ന് ഞാൻ പഠിച്ചു. കുടുംബത്തിൽ ഓരോ അംഗത്തിനും അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട്. ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ അതുപോലെ തന്നെയാണ് ഓരോ കുടുംബാംഗവും. ഓരോരുത്തരുടെയും വ്യക്തിത്വവും വ്യത്യസ്തമായിരിക്കും. ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഈ വ്യത്യാസങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അംഗീകരിക്കപ്പെടുമ്പോഴാണ് ഒരു കുടുംബം കൂടുതൽ മനോഹരമായി മാറുന്നത്. നമുക്കറിയാം, കാലം മാറുന്നതനുസരിച്ച് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും. ദൂരേക്ക് യാത്ര ചെയ്യേണ്ടി വരും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. പക്ഷേ എവിടെ പോയാലും തിരികെ വരാനുള്ള ഒരിടം, സ്നേഹത്തോടെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ, അതാണ് നമ്മുടെ കുടുംബം. ഈ തിരിച്ചറിവ് ഒരു വലിയ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ച്. ഈ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ മടിക്കുന്നു. ജോലിയുടെയും നമ്മുടെ പഠനത്തിൻ്റെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെയും പിന്നാലെ നമ്മൾ പായുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടവരെ നാം അവഗണിക്കുന്നു. എന്നാൽ നാം ഓർക്കുക, പണം കൊണ്ടോ മറ്റ് ഭൗതിക വസ്തുക്കൾ കൊണ്ടോ നേടാൻ കഴിയാത്ത സന്തോഷവും കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, ഈ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുവാനും അവരെ കൂടുതൽ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവരുടെ ദുഃഖത്തിൽ ആശ്വാസം നൽകുവാനും നമുക്ക് മുന്നിട്ടിറങ്ങാം. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം. ഓരോ വർഷവും അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന് ഓരോ പ്രത്യേക തീം ഉണ്ടാകാറുണ്ട്. ഈ വർഷത്തെ പ്രത്യേക തീം കുടുംബങ്ങളും കാലാവസ്ഥ പ്രവർത്തനവും എന്നതാണ്. കാലാവസ്ഥ മാറ്റം കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, സുസ്ഥിരമായ ജീവിതശൈലി എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ തീം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുടുംബദിനത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ കുടുംബങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ കുടുംബത്തോടൊപ്പം ഈ ദിവസം സന്തോഷത്തോടെ ആഘോഷിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ സ്നേഹവും കരുതലും അറിയിക്കുവാനുള്ള ഒരു നല്ല അവസരമാണിത്.